നടൻ ജയന്റെ മരണം മുതിർന്നവർക്കൊപ്പം 7ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടിയെയും അന്ന് ഏറെ നോവിപ്പിച്ചിരുന്നു. ആ സങ്കടം ജയന്റെ പേരിൽ വീടിനോട് ചേർന്ന് അമ്പലം സ്ഥാപിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിമുക്തഭടനായ TV ബാബുവിൽ ഇപ്പോഴും നിറയുന്നു. ധീരതയുടെയും സാഹസികതയുടെയും മനുഷ്യത്വത്തിന്റെയും മറുപേരായിരുന്ന ജയനോടുള്ള ആ ആരാധനയാണ് TV ബാബുവിനെ പട്ടാളത്തിലെത്താൻ പോലും പ്രേരിപ്പിച്ചത്. ജയന്റെ കടുത്ത ആരാധകർ നാടിന്റെ നാനാഭാഗത്തു നിന്നും പയ്യന്നൂർ കണ്ടങ്കാളിയിലെ ഈ അമ്പലത്തിൽ ഇടയ്ക്ക് എത്തിച്ചേരുന്നു. നേവി ഓഫീസറായ കൃഷ്ണൻ നായരിൽ നിന്ന് ജയൻ എന്ന താരപരിവേഷത്തിന്റെ ഉയരത്തിൽ നിൽക്കെയായിരുന്നു 41 വയസ്സിൽ ജയന്റെ മടക്കം. ഷോളവാരത്തെ എയർ സ്ട്രിപ്പിൽ കോളിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ എന്ന താരകം പൊലിഞ്ഞുവെന്ന വാർത്ത ഇനിയും വിശ്വസിക്കുവാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കാത്തവരാണ് ഈ ആരാധകരെല്ലാം. ആ അഭിനയ പ്രതിഭയുടെ വീര ഇതിഹാസ കഥകൾ അവർ ഈ അമ്പലമുറ്റത്തിരുന്ന് അയവർക്കുന്നു, കണ്ണീർ പൂക്കൾ അർപ്പിക്കുന്നു. അമ്പലം മാത്രമല്ല, ബാബുവിന്റെ വീട് ജയന്റെ അങ്ങാടി തന്നെ. മുറ്റം മുതൽ വീടിന്റെ അകത്തളം വരെ ജയൻ തരംഗം. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രാദേശിക വാർത്തയിലൂടെയാണ് ജയന്റെ മരണം അറിഞ്ഞത്. അതുപോലെ ഒരു ഷോക്ക് പിന്നീട് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ബാബു പറഞ്ഞു. 2009 പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നത്. ഇപ്പോൾ ജയൻ സിനിമകൾ യൂട്യൂബിൽ കാണലാണ് വിനോദം. VV ആശയാണ് ഭാര്യ. മക്കൾ പിങ്കുമോൻ അനുവിന്ദ് ബാബു. എന്റെ പേര് ബാബു TV. ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള കണ്ടങ്ങാടിയിലാണ് താമസം. ഞാൻ ജയന്റെ വലിയൊരു ആരാധകനാണ്. ഞാൻ 10 വയസ്സുണ്ടാവുന്ന സമയത്താണ് ജയന്റെ തച്ചോളി അമ്പു, ആവേശം, ശരവഞ്ചരം എന്നീ സിനിമകളൊക്കെ കണ്ടത്. അതിനുശേഷം ഞാൻ സ്ഥിരമായി ജയന്റെ സിനിമ കാണുന്ന ഒരാളായി മാറി. പക്ഷെ അതിനിടയിലാണ് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ, അന്ന് എനിക്ക് 12 വയസ്സേ ഉള്ളൂ, അപ്പോഴാണ് ജയന്റെ മരണ വാർത്ത രാവിലെ അറിയുന്നത്. പ്രാദേശിക വാർത്തയിൽ 17ാം തീയതി നവംബർ 16 ജയൻ മരിച്ചത്. പക്ഷെ 17 രാവിലെ അന്ന് പ്രാദേശിക വാർത്തയുടെ റേഡിയോ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ഷോക്ക് എനിക്ക് അതിനുശേഷം ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ ഞാൻ പിന്നീട് ജയന്റെ സിനിമകൾ 10ഉം 12ഉം 20 പ്രാവശ്യമൊക്കെ മൂർഖൻ സിനിമ കണ്ടിട്ടുണ്ട്. അതും തിയേറ്ററിൽ പോയിട്ട് ഇവിടുന്ന് കണ്ടു. പിന്നെ പല തിയേറ്ററുകളിലായിട്ട് വീണ്ടും വീണ്ടും അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോഴും അതുപോലെ പഴയ സിനിമകൾ വരുന്നില്ലല്ലോ. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്ന യൂട്യൂബിൽ നിന്ന് സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അമേരിക്കയിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിച്ചു. മരണത്തിലും നിഗൂഢതകൾ അവശേഷിപ്പിച്ച ജയൻ തിരിച്ചുവരവ് നടത്തുമെന്ന് TV ബാബു പ്രതീക്ഷിച്ചു. ജയൻ അമേരിക്കയിൽ എന്ന വാർത്ത കേട്ട് ഏറെ നാൾ കാത്തിരുന്നിട്ടുണ്ടെന്ന് TV ബാബു പറഞ്ഞു. ജയൻ അമേരിക്കയിൽ, ജയന്റെ മരണം കൊലപാതകമോ തുടങ്ങിയ പുസ്തകങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വാങ്ങാൻ ജയൻ ആരാധകൻ കൂടിയായ പിതാവാണ് ബാബുവിന് പണം നൽകിയത്. അവസാന രംഗം കാണാൻ മൂർഖൻ കണ്ടത് പലവട്ടം. ജയന്റെ മരണശേഷം പുറത്തിറങ്ങിയ മൂർഖൻ എന്ന സിനിമയിലാണ് അവസാന രംഗം ഉൾപ്പെടുത്തിയത്. കോളിളക്കം ഷൂട്ടിങ്ങിനിടെ സുകുമാരൻ നിയന്ത്രിക്കുന്ന ബൈക്കിന് പിന്നിൽ കയറി നിന്ന് ബാലൻ K നായർ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് ലെഗിൽ ജയൻ പിടിച്ചു കയറുന്നതാണ് രംഗം. പിടിച്ചതും ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അതിന്റെ ഗതി മാറി. ജയനെയും ചേർത്ത് നിലത്തിടിച്ചു വീണു. ഹെലികോപ്റ്റർ വീണ്ടും പൊങ്ങിയെങ്കിലും കുറെ അകലത്തെത്തി താഴെ വീണു. അതിന്റെ ഒഴിഞ്ഞ ഫാൻ ജയന്റെ തലയിൽ അടിച്ചിരുന്നു. ഉടൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കല്ലിയൂർ ശശി ജയനുമായ ഒരു കാറിൽ ആശുപത്രിയിലേക്ക് പായുന്നതാണ് രംഗം. അവസാന രംഗം. ശരപഞ്ചരത്തിലെ കുതിരക്കാരനായി വന്ന കുടുംബക്കാരനായി മാറിയ ജയന്റെ പ്രകടനമാണ് ഏറെ ഇഷ്ടം. കുതിരയെ എണ്ണ തേച്ച് പിടിപ്പിക്കുന്ന രംഗം അന്നും ഇന്നും ആവേശം കൊള്ളിക്കുന്നുവെന്ന് TV ബാബു പറയുന്നു.